അതെ, ഈ ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ് അറിയില്ല. കാറിലിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് വന്നേ. തുടങ്ങിയല്ലേ? ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരെല്ല് കൂടുതലാന്നൊക്കെ പറയുന്ന പോലെ. ആർക്കാണ് ഒരെല്ല് കൂടുതൽ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. രാവിലെ സമയം 5:40. വളരെ വളരെ ലൈഫിൽ വളരെ റെയറായിട്ടാണ് സൺറൈസ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക. അതിനുള്ള മെയിൻ റീസൺ ഒരു കാരണം ഉണ്ടാവാറുള്ളൂ, ട്രിപ്പ്. സോ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങളൊരു ബോയ്സ് ട്രിപ്പ് പോവാണ്. കൊടൈക്കനാലിൽ അടിച്ച് പൊളിക്കാൻ പോവാണ്. സോ ഒരു ബഡ്ജറ്റ് ട്രിപ്പായിരിക്കും. പ്ലസ് മെയിനായിട്ട് ഫുഡുകളുടെ കുറേ സ്ഥലങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ കൊടൈക്കനാൽ പോകുന്നവർക്ക് ഫുഡ് ഗൈഡ് വേണമെങ്കിൽ എന്തായാലും ഈ വ്ളോഗ് കണ്ട. സോ ഇന്ന് നമ്മുടെ യാത്ര ടു കൊടൈക്കനാലായിരിക്കും. ആൻഡ് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാന്നാണ് കേട്ടത്. ഹോപ്പ്ഫുള്ളി ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല. ഫുൾ ഗ്യാങ് ഇവിടെ എത്തിയിട്ടുണ്ട്. അന്തുവിനെ പിക്ക് ചെയ്യണം. സോ വി ആർ ഗോയിങ് ടു കൊടൈക്കനാൽ. ഗുഡ് മോർണിംഗ്. അങ്ങനെ എഴുന്നേറ്റല്ല, സന്തോഷം. ഞാൻ എഴുന്നേറ്റ് എല്ലാരെയും വിളിച്ച് എഴുന്നേപ്പിച്ച് കറക്റ്റ് ആയിട്ട് കാറി കയറ്റി. ട്രെയിൻ വരെ പോന്നു. സത്യം. അതെ, ഈ ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ് അറിയില്ല. അന്ത് വരുന്നുണ്ട്. അത് വലിയ സ്പെഷ്യാലിറ്റി അല്ലല്ലോ. ഏതോ അതൊന്നും അല്ലടോ. ഓ, ഒന്നാ ഫസ്റ്റ് ചായ ബ്രേക്കിൽ ഞാൻ പറയാം എന്താണെന്ന്. ഫസ്റ്റ് ചായ ബ്രേക്ക് കൊടൈക്കനാൽ എത്തുമ്പോ ഞാൻ കുടിച്ചാലോ പോയി. അത് മതി. കേറിക്കോ. നമ്മള് ബാങ്കോക്ക് അല്ല പോകുന്നത്, ട്രാവൽ ബാഗോ പെട്ടിയോ എന്നാ അതില്. ഓ, ജഫർ ഹാപ്പി. കറക്റ്റ് ആയി നിർത്തി തന്നില്ല അന്തു. ജഫറിന് ആ പ്രതീക്ഷ വന്നാണ്. അന്തു ഉള്ളപ്പോ ഹാപ്പിയാണ്. കറക്റ്റ് ആയിട്ട് നിർത്തും ചായ, ബ്രേക്ക്ഫാസ്റ്റ്. അന്തു നമ്മളെ പോലെ ഞങ്ങളെല്ലാരും നന്നായി. ഇനി ജഫറിനും കൂടെ നന്നായാൽ നമുക്ക് ട്രിപ്പൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നടക്കാം. ഞങ്ങൾ 5:30 തുടങ്ങിയിട്ട് 9:30 ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പ് എടുക്കുന്നത്. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ആള് ഫുൾ പ്രാക്കായിരുന്നു ഇതില്, കാറിലിരുന്ന്. അതെ, ഞാൻ പറയാൻ വന്ന എന്താ അറിയോ, ട്രിപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? ഈ ട്രിപ്പിന് എന്താ ഒരു ഐഡിയ ഇല്ല. ബാച്ചിലേഴ്സ് ട്രിപ്പാണ്. കല്യാണ പയ്യനാണ് ഇവിടെ നിൽക്കുന്നത് 2 മാസം കഴിയുമ്പോ. ഏതാ അല്ല, ഇത് ഒറ്റ ബാച്ചിലർ ട്രിപ്പേ ഉള്ളു. ആസ്വദിക്ക. അപ്പൊ ഫുൾ ചെലവ് പ്രിൻസിനെയാണ് കേട്ടാ. ഇഷ്ടമുള്ള എടുത്താ ഫുൾ പ്രിൻസാ. ഡയറ്റ് ആണ്, വെയിറ്റ് കുറയ്ക്കണം, സൂട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഉണ്ടോ? എന്ത് പപ്സാ? മുട്ടയാണോ? എന്താ ഏതാ? റോസ് മിൽക്ക് ഉണ്ടോ? അതെന്തായാലും വേണം. പിന്നെ മൈലോ ഒരു ചെറിയ ഷോപ്പാണ്. ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറുതാന്ന് വെച്ചാൽ മൈലോ വരെ ഉണ്ട് ഇവിടെ. ഗോൾഡ് മൈലോ ഡ്രിങ്ക്. പക്ഷെ റോസ് മിൽക്ക്, ബദാം മിൽക്ക് ഉള്ളപ്പോൾ ഞാൻ എന്തായാലും റോസ് മിൽക്ക് കുടിക്കും. കേക്കിന്റെ ഒക്കെ കളർ കണ്ട, പിങ്ക്, മഞ്ഞ, എന്തൊരു കളറ്, റെയിൻബോ ഇറങ്ങി വന്ന പോലെ. കഴിക്കുന്ന ഒരു കേക്ക് അത്ര കളർ വേണ്ട. പിന്നെ ഇവിടെ കോഫി വിത്തൗട്ട് ഷുഗർ എടുത്തേക്കണത്. പിന്നെയാണ് നല്ലവരൊക്കെ അങ്ങനെയാ. ഷുഗർ അടിച്ച് ഏറിയേക്കാണോ? ഇനി എന്താ വേണ്ടേ? കാറിലിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് വന്നേ. തുടങ്ങിയല്ലേ? കാറിലിരുന്ന് കഴിക്കാൻ പറ്റില്ല. കാറിൽ നിന്ന് ഇറങ്ങി കഴിക്കുക. അങ്ങനെയാ. ഇവിടെ ഒരു 20 മിനിറ്റ്സ് ചാർജിങ്. വേറെ കാറും കൂടെ ഉള്ളതുകൊണ്ടാണ്. ഒരു കാർ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു 15 to 18 മിനിറ്റ്സിൽ 65% ആയിരുന്നു. 100% അതിന്റെ കാരണം ഇത് 120 വാട്ട് ചാർജറാണ്.
പക്ഷെ ഇപ്പം ഈ പബ്ലിക് ചാർജിങ്ങിൻ്റെ ഒക്കെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയത്. ഇതിപ്പോൾ 26 രൂപയാണ്. ഞാൻ കാർ എടുത്ത ടൈമിലൊക്കെ ഒരു 18-20 ആ റേറ്റൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ, ഇനി എന്തായാലും മോസ്റ്റ്ലി നെക്സ്റ്റ് സ്റ്റോപ്പ് കൊടൈക്കനാലായിരിക്കും. അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഒരു അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള Airbnb ആണ്. സോ അതിനെ കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളാണെങ്കിൽ അതും കാണിക്കാം. ഹായ് ഗായ്സ്, സോ വെൽക്കം ടു കൊടൈക്കനാൽ. ആള് ഇന്ന് ഒരു ഉഷാറും ഇല്ല, ഒന്നുമില്ല. എന്തോ മറ്റേ ഞങ്ങള് ഇവിടെ റോഡ് സൈഡിലെ ഫുഡ് കണ്ടുകൊണ്ട് നിർത്തിയതാണ് കേട്ടാ. ഫുൾ വിശപ്പ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു മാഗി നൂഡിൽസ് കഴിച്ചു. അതിന്റെ ഇടയ്ക്ക് പിന്നെ എന്തായിരുന്നു? ഇല്ല, മാഗി നൂഡിൽസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. രാവിലെ ഇച്ചിരി ഒരു പപ്സ് കഴിച്ചിട്ട് മാഗി നൂഡിൽസ് കഴിച്ചതാണ് ഈ പറയണത്. ഇപ്പൊ ഇവിടെ വല്ലതും കഴിക്കുന്നുണ്ടോ? ഒരു കോൺ കഴിക്കാം ബിരിയാണിക്ക് മുമ്പ്. എന്തായാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒന്നും ഇല്ലായിരുന്നു ടിൽ നൗ, ടച്ച് വുഡ്. എന്തായാലും ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണം. ആൻഡ് Airbnb എങ്ങനെയുണ്ട് നോക്കണം. വെതർ വലിയ മോശമല്ല, 25 ഡിഗ്രീസ് ആണ്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 11:30 മണി 12 മണി ആയിട്ടുള്ളൂ. നല്ല വെതറാ. വാട്ടർഫോളിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ചെറിയ ചെറിയ മഴ വീഴുന്നുണ്ട്. എന്തായാലും കോൺ ഒരെണ്ണം അടിക്കട്ടെ. കൊടൈക്കനാലും അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ പറഞ്ഞാൽ കോൺ കഴിക്കണമല്ലോ. നാട്ടിൽ എത്ര കിട്ടിയാലും കഴിക്കില്ല. അതിൽ നല്ല മുളകും ലൈമും ഉപ്പൊക്കെ ഇട്ട് ഒരെണ്ണം പിടിച്ചോട്ടല്ലോ, അടിപൊളി. അന്തു കപ്പിലാണോ കഴിക്കുന്നത്? അതെന്താ, കടിച്ചു കഴിക്കില്ലേ? എനിക്ക് മുട്ട ബജി പോതു. മൊട്ടാജി ആരും ഓർഡർ ചെയ്യുന്നത്? ഇതെന്താ, പ്രോൺസ് ആണോ? അയ്യോ, ഇതില് വേറെ എന്തൊക്കെ കാണും പേപ്പറില്. പരീക്ഷ പേപ്പർ. ഞങ്ങളിത് കൊടൈക്കനാൽ ലേക്കിന്റെ ചുറ്റുമൊക്കെയാണ്. കമ്പാരിറ്റീവ്ലി റീൽസ് ഒക്കെ കണ്ടു വെച്ച് നോക്കുമ്പോ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. ഒട്ടും ട്രാഫിക് ബ്ലോക്ക് ഒന്നും നമുക്ക് കിട്ടിയില്ല. ഹോപ്പ്ഫുള്ളി ഇതുപോലെ തന്നെ ഇരുന്നാ മതിയായിരുന്നു 2 ദിവസം. ജെഫറിനെ പേടിപ്പിക്കാൻ അവിടെ കൊണ്ടുപോകാം. എവിടെ? ആ ഹൊറർ ഹൗസ് ഉണ്ട്. കേറണോ ജെഫ്രി? ഓക്കെ. സോ ലഞ്ച് കഴിക്കാൻ ബിരിയാണി തന്നെ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സ്പോട്ടാണ്. മനം ബിരിയാണി, അതാണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര്. എന്താ അങ്ങനെ പോയി ചോദിക്കുക? 4 പേർക്ക് ടേബിൾ ഉണ്ടോ, ഇല്ലെങ്കിൽ നടന്നു പോകണം അപ്പുറത്തേക്ക്. ഒരു ചെറിയൊരു വീടിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ആണ്. ഇപ്പൊ ഭയങ്കര ആംബിയൻസ് ഒന്നുമല്ല, പക്ഷെ ഇലയിലൊക്കെയാണ് ബിരിയാണി അവർ തരുന്നത്. ഇരുന്നോട്ടെ. അതെ, ഒരു ബിരിയാണി ഉണ്ട്. പേരെന്താണെന്നറിയോ? അല്ലല്ല, MT ബിരിയാണി. പീസ് കാണില്ല, വെറുതെ പറഞ്ഞല്ലോ കേട്ടത്. MT ബിരിയാണി. ഗ്രേവി കാണും, സാലഡും കാണും. മതിയാ? കഴിക്ക്. നാട്ടുകോഴിയുണ്ട്, സാധാരണയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് പിടിക്കൂ. നേരത്തെ പറയണ്ടല്ലോ, ആയിട്ട് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. ഇതെന്താ ഇത്ര വലിയല്ല? ഏതാ ഇത്? നാട്ടുകോഴി. ഇതെന്താ ഇങ്ങനെ കാലി ആടിയിരിക്കുന്നത്? അതെ, ഇങ്ങനെയാണ് അവര് ബിരിയാണിയൊക്കെ കൊണ്ടുവരുന്നത്. ഒരു എന്താ പറയുന്നത്, ഇഡ്ഡലി പാത്രം പോലെ. പക്ഷെ ക്വാണ്ടിറ്റി കുറവെന്ന് വിചാരിക്കും, പക്ഷെ ഇട്ട് കഴിയുമ്പോൾ കുറവ് തന്നെയാണ്. പിന്നെ ഇത്രയും വലിയ ഇല കൊടുത്തെന്തിനാ? ഇത് നാട്ടുകോഴി, ഇത് ചിക്കൻ. മട്ടൻ എവിടെ? ഇതായിരിക്കും അപ്പൊ മട്ടൻ. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ. ഇഷ്ടപ്പെട്ടു, ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരെല്ല് കൂടുതലാന്നൊക്കെ പറയുന്ന പോലെ. ആർക്കാണ് ഒരെല്ല് കൂടുതൽ? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ചുമ്മാ എൻ്റെ അമ്മോ, നോക്കട്ടെ, കുറേ ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മട്ടന് അത്യാവശ്യം കുറെ പീസസ് ഉണ്ട്. അടിപൊളി മട്ടൻ. ചിക്കൻ കൊള്ളാവോ? നോക്കട്ടെ. ചിക്കൻ 65. അത് നല്ല വെതറും കേട്ടാ. ഫുഡടി മാത്രം. അന്നേരം ചിക്കൻ 65 പറഞ്ഞു എക്സ്ട്രാ. മട്ടൻ ബിരിയാണി. ഗ്രേവി സാധാരണ അവർ സെർവ് ചെയ്യണ്ടാവും. ഗ്രേവിയും സാലഡൊക്കെ അതൊക്കെ വരുന്നതിന് മുമ്പ് നല്ല കിട്ടിലൻ ഒരു സ്വീറ്റ് തന്നെ മുമ്പേ സെർവ് ചെയ്ത സാലഡ് വരുന്നുണ്ട്. നല്ല കട്ടി സാലഡ്. എനിക്ക് ഇത് ഇങ്ങനത്തെ സാലഡാണ് ഇഷ്ടം. അടിപൊളി. ഓ, ഇത് പെപ്പർ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ലേ? ഇങ്ങനത്തെ ബിരിയാണിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ
അങ്ങനെ സ്പെഷ്യൽ മസാലയൊന്നുമല്ല. ഈ ഫുൾ റൈസും മീറ്റിനൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റാണ്. ബിരിയാണി എന്തായാലും അടിപൊളി. ഇനി ഇതെന്താ ഇവരുടെ ഡെസേർട്ട്? സ്പൂണൊന്നും ഇല്ലല്ലോ. ടേസ്റ്റ് ഉണ്ട് കേട്ടാ. മറ്റേ ചിയാ സീഡ്സ് പോലത്തെ. ചിയാ സീഡ്സ് അല്ല, എന്താ പറയുന്നത്? ചൗവരി. അത് തന്നെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചൗവരിയും പഞ്ചസാരയും പിന്നെന്താ ശർക്കര അങ്ങനെ എന്തോ ഇട്ടിട്ട് നല്ല സാധനം. അടിപൊളി മീനാട്ടാ. നല്ല ഫുഡ്, നല്ല വെതർ, നല്ല സർവീസ്. റേറ്റ്സ് ആർ ഓൾസോ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് കേരള സ്റ്റൈൽ ബിരിയാണി ആണെങ്കിൽ 100% എനിക്ക് ഇത് ഇഷ്ടപ്പെടില്ല. പക്ഷെ കുറച്ച് എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകിൻ്റെ എരിവല്ല, പെപ്പറിൻ്റെ എരിവുള്ള നല്ല ഒരു ബിരിയാണി തമിഴ്നാട് സ്റ്റൈൽ ആണെങ്കിൽ എന്താ മനം ബിരിയാണി ഹൈലി റെക്കമെൻഡ്. ഇനി ഒന്ന് നേരെ റൂമിലേക്കൊന്ന് പോകണം, കുറച്ച് നേരം ഉറങ്ങണം. ഇന്നലെ 2 മണിക്കൂർ ഉറങ്ങുള്ളൂ. മൈക്കിൾ ജാക്സൺ ചെയ്യുമ്പോൾ 11:30 വീട്ടിലെത്തിയപ്പോൾ 2:30, 3:30 കിടന്നു, 5:30 ആയപ്പോഴേക്കും ഇറങ്ങി. അപ്പോൾ റൂമിൽ പോയി കുറച്ച് നേരം കിടക്കണം. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ വെതർ. നട്ടുച്ചയ്ക്ക് വെതറും കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല മിസ്റ്റി വെതർ. ഏകദേശം 1:50 ആയിട്ടുള്ളൂ. സോ രാത്രിയൊക്കെ അടിപൊളിയല്ലേ. നാട്ടിലെ കൊടും ചൂടിന്ന് വരാൻ പറ്റിയ ടൈമുമാണ് കൊടൈക്കനാല്. നമ്മുടെ അക്കോമഡേഷൻ എത്താറായി. ഇതും ഏതോ ഉള്ളിലാണ് കേട്ടോ. വണ്ടി ഇല്ലാത്തത് നിങ്ങൾ ഇങ്ങനത്തെ വരുന്ന കാര്യമേ ആലോചിക്കണ്ട. അടുത്ത് ഒരു കടകളോ ഒന്നും കാണില്ല. പക്ഷെ ഐ തിങ്ക് സോ അതിന്റെ ബെനിഫിറ്റ് നല്ലൊരു വ്യൂവും അല്ലെങ്കിൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. ജെഫ്രിന് പറ്റിയത്. വേറൊരു വണ്ടി വന്നാ ആ വീട് നോക്ക്, നല്ല വീട്. അതാണോ അന്ന്? നമ്മള് നമ്മുടെ എയർബിഎൻബി എത്തിയിട്ടുണ്ട്. ഭാഗ്യത്ത് നല്ലൊരു കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ കാർ സുഖമായിട്ട് സേഫായിട്ട് കയറ്റിയിടാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്രോച്ച് റോഡ് കുറച്ച് പ്രശ്നമാണ്, പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മുടെ കോട്ടേജ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഒരു 2 ഡേയ്സിലേക്ക് 4 പീപ്പിളിന് 18,000 ആണ് വരുന്നത്. ഇവിടെ ഒരു ബോൺഫയർ ഏരിയ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു പണി നടക്കുന്നതുകൊണ്ടാണ്, പക്ഷെ ഒരു ബോൺഫയർ ഏരിയ ഉണ്ട്. ഓ വാട്ട് വ്യൂ നോക്കി. മൈ ഗോഡ്. വൈകുന്നേരം ഇവിടെ ഇരുന്ന് ചായയും കുടിച്ച് ചില്ല് ചെയ്യാനായിട്ട്. അതാണ് ഇങ്ങനത്തെ സ്ഥലത്തിൻ്റെ ഗുണം. ജസ്റ്റ് സ്റ്റണ്ണിങ്, ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്, ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് കൊടൈക്കനാൽ. അടിപൊളി കേട്ടാ. സൂപ്പർ സെറ്റപ്പ് കേട്ടാ. കിടിലം വ്യൂ. അന്തോന്റെ സെലക്ഷൻ ആണ് കേട്ടോ സ്ഥലം. നന്നാണെങ്കിലും മോശമാണെങ്കിലും അന്താണ് ഉത്തരവാദി. ആണോ? അടിപൊളി കേട്ടാ. എന്താ അല്ലേ. അടിയിലേക്കാണ് നമ്മുടെ റൂം, മുകളിലേക്ക് വേറെ എന്തോ സെറ്റപ്പാണ്. വാവ്, ദിസ് ഇസ് സോ പ്രിറ്റി. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നോ, കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ആൻഡ് ഇവിടുന്ന് തന്നെ ഇവിടുത്തെ ഒരു ഫുൾ ഫങ്ഷനിങ് കിച്ചൺ ഉണ്ട്. ഒരു ഫുൾ മൈക്രോവേവ് ഉണ്ടല്ലോ. അപ്പൊ ഫുഡൊക്കെ വാങ്ങി ചൂടാക്കാനുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട്. എന്താ ഫ്രിഡ്ജ് ഉണ്ടാ? ഓ വലിയ ഫ്രിഡ്ജ് ഉണ്ട്. അമ്മോ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇറ്റ്സ് നൈസ് കോട്ടേജ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ വിൻറ്റേജ് ലുക്ക് ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. സച്ച് എ നൈസ് വ്യൂ പോയിന്റ്. വാവ്, ഇത് നോക്ക് എന്ത് രസമായിട്ടുള്ള ഒരു കോട്ടേജാണ്. ഐ നെവർ സീൻ സംതിങ് സോ ബ്യൂട്ടിഫുൾ ഇൻ കൊടൈക്കനാൽ. ഇത് വേറൊരു ലിവിങ് റൂം, എല്ലാവർക്കും ഇരുന്നൊന്ന് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. സച്ച് എ നൈസ് പ്ലേസ്. അടിപൊളി അല്ലേ. ഇനി ബെഡ്റൂം നോക്കട്ടെ. സോ അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബാത്റൂം, ഒരു വാർഡ്രോബ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കേട്ടാ. സോ ഇത് ഒരു വലിയ ബാത്റൂം ഉണ്ട്. ആ ടവലും എല്ലാം ഉണ്ടല്ലോ. ഇറ്റ്സ് ക്വൈറ്റ് ക്ലീൻ, ക്വൈറ്റ് നൈസ്. എനിക്കൊന്ന് ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ. വാവ്, നൈസ് സ്റ്റണ്ണിങ് ബാൽക്കണി ഓവർ ഹിയർ. ഒരു കോമൺ വാഷ് ബേസിൻ. ഇത് നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം. ആൻഡ് ദെൻ ഇവിടെ ഒരു സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ 3 ബെഡാ. ഓളല്ലോ, അടിപൊളി. ഏത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്തേ അടിപൊളി സെറ്റപ്പ് അല്ലേ. ഭയങ്കര ഒരു ഏർതി ഫീലിംഗ് ഉണ്ട്. ഏത് അതെ, പക്ഷെ ബെഡാ എക്സ്ട്രാ ബെഡും ഉണ്ടല്ലോ.
ഇനി അടുത്ത വർഷം തൊട്ട് 6 പേരായിരിക്കും. ജെഫ്രിനില്ലല്ലോ, ഞങ്ങള് 3 കപ്പിൾസ്. ലിബിനും നമ്മള് 3 പേരേ ഉള്ളു ഇനി ബാക്കി. അപ്പൊ കുറച്ചേരം എല്ലാരും കിടന്ന് ഉറങ്ങിക്കോ. അതെ, അടുത്ത ഷോട്ട് കറക്റ്റ് സംഭവം സെറ്റപ്പ്. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ഉറങ്ങാന്ന് വെച്ചാ പിന്നെ അങ്ങനെ രണ്ടുപേരും മറ്റേ ഇലക്ഷനിൽ നോക്കിയിരുന്നു ഉറങ്ങിയില്ല. പിടിച്ചപ്പോ തലവേദന മാറിയാ? ഓക്കെ. ഇതെന്താ പിക്നിക് ടേബിളാ? കോൾഡ് കോഫി ഒന്നും ഇല്ലേ? ഇത്രയും അടിപൊളി വെതർ ഈ ഒരു ടൈമില് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെതറും സൂപ്പർ, തിരക്കും ഇല്ല, വ്യൂവും സൂപ്പർ. എയർബിഎൻബി ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ശരിക്കും അടിപൊളിയാട്ടെ. ഇത്രയും അടിപൊളിയായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. ഈ മിസ്റ്റ് അനങ്ങി വരുന്നത് എന്താ അല്ലേ? ശരിക്കും ഒരു ഹൊറർ പടത്തില് നമ്മുടെ ഒരു ടൗണിനൊക്കെ മിസ്റ്റ് കവർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഭയങ്കര ഫുൾ മിസ്റ്റ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതെ, ഇത് കണ്ട ഇവിടെ ഇപ്പം ഫുള്ളി നോക്കിയാണ്. ഇതിപ്പോ ഫുള്ളി ഫ്രീ ആയിട്ട് സ്ഥലം, പക്ഷെ ഒരു മിസ്റ്റ് ഇത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ടേക്ക് ഓവർ ചെയ്ത് ഭയങ്കര, എങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. മിക്കവാറും സോംബി ആവും ഇവിടുന്ന് പോകുമ്പോ എല്ലാരും. അന്തൊക്കെ സോംബി ആലോചിച്ചോക്ക്. ഫുൾ കവേർഡ് ആവുന്നുണ്ട്. നോക്ക് ഇപ്പൊ ആ ഏരിയ കണ്ട. ഓ, ഇങ്ങനത്തെ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ കൂടെ തണുത്ത കാറ്റും. ഓ, സ്വർഗം മാമ, സ്വർഗം. ആ പാട്ടൊന്ന് കേക്കട്ടെ. തീർത്തില്ല, ഞങ്ങള് കുറച്ചേ കേട്ടുള്ളൂ. ഇതാണ് സമയത്തിനൊന്നും കെട്ടാതെങ്കിൽ പില്ലോനെയും കെട്ടിപ്പിടിച്ചോണ്ട് പാടേണ്ടി വരും. മനസ്സിലായ? അതെ വേണ്ട. അതെ, എന്തുവാണ് കറക്റ്റ്. കണ്ട ജാക്കറ്റും ഷൂസും എല്ലാം ഇട്ട് സെറ്റപ്പായി. പോവാം, ബാ. ഇരുന്നോ, ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൊടൈക്കനാൽ വന്നപ്പോൾ, ഏത് ബേബി ആയിരുന്നപ്പോൾ വന്ന ഒരു സ്ഥലമാണ് ക്ലൗഡ് സ്ട്രീറ്റ്. ഇപ്പോഴും നല്ലതാണോന്ന് അറിയില്ല, പക്ഷെ പണ്ട് വന്നപ്പോൾ ഏറ്റവും നല്ലൊരു പിസ്സ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ചെറിയ ഒരു മഴയുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ക്ലൗഡ് സ്ട്രീറ്റ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എനിക്കത് ഇവിടെ ഓൺലൈനിൽ പണ്ട് തൊട്ടേ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നല്ല സൂപ്പ്, ഇറ്റ്സ് വെരി നൈസ്. ഒരു കോസി ഫീലാണ് കംപ്ലീറ്റ്. ശരിക്കും അത്യാവശ്യം തിരക്കുള്ളതാണ്. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. നമ്മൾ ചിലപ്പോൾ ഒക്കെ വിളിച്ച് റിസർവ് ചെയ്തിട്ടാണ് വരുന്നത്. വുഡ് ഫയർ അവൺ ഉണ്ട്. സച്ച് എ നൈസ് പ്ലേസ്. ഒരു ചെറിയ ലൈബ്രറി കോർണർ. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ അന്ന് വന്നപ്പോൾ അവിടെ ഇരുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ടൊമാറ്റോ സൂപ്പ്, പക്ഷെ തിക്കല്ല കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയും തിക്കല്ല. ഞാൻ വെച്ചാൽ നല്ലൊരു ക്രീമി സൂപ്പായിരിക്കും. പക്ഷെ നോക്കട്ടെ, കുറച്ചും കൂടെ പെപ്പർ വേണമെങ്കിൽ ഇട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നല്ലൊരു ടേസ്റ്റ് നോക്കട്ടെ തണുപ്പത്ത്. ഉപ്പ് കുറച്ച് കുറവ്, പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു നോർ സൂപ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇറ്റ് ഈസ് ഫ്രഷ്ലി മെയ്ഡ് ഇൻ ഹൗസ്, പക്ഷെ ഒരു ക്രീമിനെസ്സും ഇല്ല. ഒരു ഓവറോൾ ബാലൻസ് പോരാ. പിന്നെ തണുപ്പായതുകൊണ്ട് കുടിക്കാമേ ഉള്ളൂ. പിസ്സ കണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് പ്രോപ്പർ ബീഫാണ്. കറക്റ്റ് 4 സ്ലൈസേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ച് കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും കൊടുക്കാം. ആണോ ആ ചീസിന്റെയും ബീഫിന്റെ ഒക്കെ മണം ഇവിടം വരെ വരുന്നുണ്ട്. എനിക്കത് ഇവിടുത്തെ ലോക്കൽ ചീസ് എന്താ ഉപയോഗിക്കുന്നത്. ഇത് ഇവരുടെ ഒരു മീറ്റിന്റെ വലിയ പിസ്സ. തിൻ ക്രസ്റ്റ് ആണ്. ഓ, നല്ല ഫ്ലേവറുണ്ട്. നല്ല ഫ്രഷ് ടൊമാറ്റോ, അവരുടെ ഹോം മെയ്ഡ് സോസ് ഉപയോഗിച്ച് ബീഫിന്റെ ഫ്ലേവർ, അണിയൻസ്, നല്ല ചൂടുമുണ്ട്. നല്ല പിസ്സയാണ്. ഇവിടെ മേ ബി കൊടൈക്കനാലിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പിസ്സാസ് ആയിരിക്കും. റൂമിൽ കയറണ്ട, തിരിച്ച് ഉത്തരവാദിത്തം ഇല്ല ആർക്കും. റൂമിൽ കിടക്കാനോ കയറി കിടന്ന് ഉറങ്ങാനോ. ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ചോണ്ടൊക്കെ പറഞ്ഞ ലേക്ക് വ്യൂ കാണാൻ പോകുന്ന പറഞ്ഞത് ആരാ? ഞാൻ വൈബോൾ എനിക്കല്ലേ ഉള്ളൂ.
ഇപ്പൊ കിടന്ന രാത്രി ഒന്ന് നമ്മളെല്ലാരും കിടന്നിട്ട് വീഡിയോ എടുക്കും. ബാക്കിയുള്ളവരെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, വെള്ളാട്ട് പോക്കറിനെ പോലെ ഒന്ന് പേടിപ്പിക്കാനും. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. രാത്രി ജെഫ്രൻ എന്റെ വീട്ടിലെ കിടന്ന് ഉറങ്ങിയത്. ഞാൻ റൂമിൽ കയറി പോയപ്പോ ആള് പിന്നെ അമ്മമാര് പേടിച്ചു വിറച്ചെഴുന്നേറ്റ്. എന്തേലും ഇല്ല. ഇന്ന് രാത്രി അതുപോലത്തെ ഒരു സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം. കുറച്ച് ലക്ഷറി റിസോർട്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കാൾട്ടൺ അല്ലാതെ ഈ സ്റ്റെർലിംഗ് അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നു അല്ലേ? താമര എക്സ്പെൻസീവ് അല്ലേ? അതിന്റെ കുറച്ച് താമര കാൾട്ടൺ 5 സ്റ്റാർ, എനിക്കിതൊരു 4 സ്റ്റാർ ലെവലിൽ സ്റ്റെർലിംഗ്. കാരണം നല്ല ലൊക്കേഷനുമാണ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എന്തായാലും കാറ് ചാർജ് ചെയ്യും, പിന്നെ രാത്രി കുറച്ച് നേരം ഇരിക്കാം എന്നും വിചാരിച്ചു. ഇത് ഹാൻഡിക്യാപ്പ് ജെഫ്രിന് കാണിക്കിരുന്നോ? താഴത്തേക്ക് കൊണ്ടുപോകാം ഞങ്ങള്. ഇവിടെ ഒരു ലേക്ക് വ്യൂ കഫേയും കണ്ടുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ. നല്ല ആംബിയൻസ് ആട്ടാ. രാവിലെ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ലേക്ക് വ്യൂ ആയിരിക്കും ഇവിടുന്ന്. നൈസ് പ്ലേസ്, നല്ല സെറ്റിംഗ്, നല്ല വെതർ അല്ലേ? നല്ല ഏരിയ. വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഈ തണുപ്പത്ത് ഒരു സ്വീറ്റ് കോൺ സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് ഗ്രിൽ ചിക്കൻ അടിക്കാം. അത് കുറച്ച് കബാബ് ആക്കി റൂമിൽ കൊണ്ടുപോവാം. മൈക്രോവേവ് ഉണ്ടല്ലോ, ഉറപ്പല്ലേ? 3 മണിയാകത്ത് ഉറങ്ങാൻ പറ്റില്ല കേട്ടല്ലോ. ആ റെസ്റ്റോറന്റിൽ പോയി കഴിച്ചാലോ? ലിറ്ററലി ഒരു റെസ്റ്റോറന്റ് പേര് ഇവിടെ AR റഹ്മാൻ എന്നാണ്. ഉറങ്ങുവോ? ഓക്കെ, അത് മതി. ഉറങ്ങരുത് കേട്ടോ ഇന്ന്. ഉറങ്ങൂല, പേടിപ്പിക്കാനല്ലേ? വീഡിയോ എടുക്കും. റൂമിൽ പോകുന്നതിന് മുമ്പ് ആമ്പൂർ ബിരിയാണിന്ന് ഒരു ചിക്കൻ 65 വാങ്ങുന്നുണ്ട്, ഒരു പ്ലേറ്റ്. അതും കൂടെ വാങ്ങി റൂമിൽ പോയിരുന്ന് ഫസ്റ്റ് ഡേ ഇൻ കൊടൈക്കനാൽ. ഇത് കുറേ ഫ്രഷ് ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് കുറേ കാര്യങ്ങൾ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ്. തിരിച്ച് നമ്മൾ നമ്മുടെ എയർബിഎൻബിയിലെത്തി. എയർബിഎൻബി ഒക്കെ അടിപൊളിയൊക്കെയാണ്, പക്ഷെ 2-3 പ്രശ്നമുണ്ട്. ഒന്ന് ഹീറ്ററോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. റൂം ഹീറ്ററാണ്, മറ്റേ വാട്ടർ ഹീറ്റർ ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നം പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ബാത്റൂമിലും അവിടെയൊക്കെ. ബട്ട് ഓവറോൾ ഐ ഫീൽ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. ചിക്കൻ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഉറങ്ങിയോ? മാംഗോ അല്ല, ബനാന ചോക്ലേറ്റ്. അത് ഇവരുടെ ഒരു മോദീസിന്റെ ഒരു ക്രഞ്ചി ബനാന പുഡിംഗ് കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇത് ഒരു സംഭവമാണ് കേട്ടോ. ഇല്ല, എനിക്കൊന്ന് ഹേസൽനട്ട് ആൽമണ്ട്സും ചോക്ലേറ്റും ബനാനാസും എല്ലാം കൂടെ ഇട്ട് വിപ്പ് ക്രീമും ഇട്ടിട്ടുള്ള സെറ്റപ്പാണ്. എന്തായാലും അടിപൊളി ദിവസം, അടിപൊളി വെതർ.